എൻ്റെ പേര് പ്രിയ ഷൈൻ, എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, കുറച്ച് ദിവസങ്ങളിലായി എലിസബത്ത് ഉദയൻ്റെ പ്രരോദനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ഇത്രയും മാനസിക വ്യഥയോടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു രീതിയിലുള്ള ഒരു ആശ്വാസമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു കാര്യങ്ങളും ഇതുവരെ നടപ്പായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ഭർത്താവ് ആരായാലും, ഏത് വ്യക്തിയായാലും, എത്ര സെലിബ്രിറ്റി ആയാലും സെലിബ്രിറ്റി അല്ലെങ്കിലും, ആ സ്ത്രീയുടെ ഇടനെഞ്ച് പൊട്ടിയുള്ള ഓരോ പറച്ചിലുകളും ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ എൻ്റെ മനസ്സിനെയും വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരു ഡോക്ടറായ അവരെ മാനസിക നില തെറ്റിയവൾ എന്ന് മുദ്ര കുത്തുന്നതാണ് ഏറ്റവും അധികം വേദനാജനകമായ ഒരു വസ്തുത. ഒരു സ്ത്രീയുടെ ദുരവസ്ഥയാണത്. എത്രയധികം നിയമങ്ങളുണ്ട്. പബ്ലിക്കായിട്ടും വീടുകളിലും ഒക്കെ സ്ത്രീകളെ മാനസിക പ്രശ്നമുള്ളവൾ അല്ലെങ്കിൽ അവൾക്ക് വട്ടാണ് എന്ന് പറയുന്നതിനെതിരെ അതിശക്തമായ നിലപാടുകൾ എടുക്കണമെന്ന് ഞാൻ ഇതിനു മുൻപും വളരെ ശക്തമായ രീതിയിൽ പറഞ്ഞിരുന്നു. എവിടെ കേൾക്കാൻ? കുറേയധികം കാര്യങ്ങൾ നമുക്ക് വിളിച്ചു പറയാം, അല്ലെങ്കിൽ നമുക്ക് ശക്തമായി പറയാം എന്നല്ലാതെ അതിന് യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ഒരു സ്ത്രീകളെ സംബന്ധിച്ചൊരു ദുരവസ്ഥ. ഒരു സ്ത്രീയുടെ ജീവിതമാണ് അവിടെ പോയത്. അതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷനെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രണയാധിക്യത്താൽ സർവ്വതും മറന്ന് സ്വന്തം ജീവിതത്തിൻ്റെ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടിയത് എലിസബത്തിൻ്റെ ഒരു തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല. പക്ഷേ സ്ത്രീയല്ലേ, സ്ത്രീയുടെ മനസ്സല്ലേ, പ്രണയം, സ്നേഹം, ഇഷ്ടം ഇതൊക്കെ തോന്നുമ്പോൾ ഒരു പുരുഷനെ അവൾ സർവ്വതും മറന്ന് അവൾ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലേക്ക് അവർ പോകുമ്പോൾ ബാക്കിയുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നത് വളരെയധികം വേദനാജനകമാണ്. എലിസബത്തിനോട് ഒന്നേ പറയാനുള്ളൂ, കൂടെയുണ്ട്. ഞാനും എന്നെപ്പോലെ നോവുന്ന കുറേയധികം സ്ത്രീകളും, നോവുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ദുരവസ്ഥ കണ്ടിട്ടാണ് നമ്മൾ നോവുന്നത്. എന്തു ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ച് കുറച്ചാളുകളെങ്കിലും ഒന്നിച്ചുകൂടി അതിശക്തമല്ലാത്ത നിയമവ്യവസ്ഥയ്ക്കെതിരെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥകളോട് ഒരു അപേക്ഷ നടത്തിക്കൊണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവർക്ക് ചെയ്തു കൊടുക്കണം. ഒരിക്കലും ഒരു സ്ത്രീയെയും ഇവൾക്ക് വട്ടാണ് എന്ന് പറഞ്ഞ് സാമൂഹികമായി അധിക്ഷേപിക്കരുത് എന്ന് തന്നെ പറയാൻ ശക്തമായ കുറേ അധികം ശബ്ദങ്ങൾ ഉണ്ടാകണം. ഇത് എലിസബത്തിന് മാത്രമല്ല, ബാക്കിയുള്ള ഓരോ സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴി എത്രത്തോളം ശരിയാണെന്നുള്ളത്. എലിസബത്തിൻ്റെ ആ ഓരോ വാക്കുകളിലും ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന, ഞങ്ങളെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെയുള്ള ഒരു കൂട്ടം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യ സ്നേഹികൾക്ക് അനുഭവവേദ്യമാകുന്ന കുറേ അധികം ബോധാവബോധങ്ങളുണ്ട്. അപ്പോൾ എലിസബത്തിനോട് പറയാനുള്ളത്, നൊന്ത് പറയുന്ന ഓരോ വാക്കും ഞങ്ങൾക്ക് വിങ്ങലാണ്. എന്തു ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരു ബോധമുണ്ടാകണമെന്നൊരു അപേക്ഷയുണ്ട്. എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ആ വ്യക്തിയെപ്പോലെ പല സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളുടെ വേദനകൾക്ക് എങ്ങനെ പരിഹാരമുണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കേവർക്കും ഒന്ന് ചിന്തിക്കാം.